പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാം കേട്ടോ. അപ്പം ഈ പാത്രം കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് സംഭവം എന്ന്. ഒന്നുമല്ല കേട്ടോ, കുറച്ച് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഞാൻ തോലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് എന്തിനാണെന്നറിയോ? കറി വയ്ക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ചക്കക്കുരു എന്ന് പറയുന്ന സാധനം. കണ്ടോ, ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ അതെല്ലാം ഞാൻ കഴിക്കും. ചക്കക്കുരു മാങ്ങ ഒഴിച്ച് കറി, ചക്കക്കുരു മുരിങ്ങക്കായും കൂടെ പുളി ഒഴിച്ച് കറി, ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, ഞാൻ സഹിതം. ഞാനൊഴിച്ചൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഫാസ്റ്റ് ഫുഡ് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മോന് ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചെറിയ മോൻ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാവാത്തത് കൊണ്ട് അവൻ കഴിക്കില്ല, അത്രേ ഉള്ളൂ. എന്നാലും എനിക്ക് നാടൻ വിഭവങ്ങളോട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. ഫാസ്റ്റ് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫാസ്റ്റ് ഫുഡിൻ്റെ ആളെ അല്ല, എന്നാൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ കറികളും കഴിക്കും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്നത്. ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറന്തോടുണ്ടല്ലോ നമ്മൾ കളയണം. പുറന്തോട് ഫുള്ളായിട്ട് കളയണം. ഈ പുറന്തോട് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തൊണ്ടയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കും ഈ ചക്കക്കുരുവിൻ്റെ ഈ മെയിൻ തൊലി. പിന്നെ നമ്മൾ ഒരു തൊലി ഒട്ടും കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ബ്രൗൺ കളറ് ഇത് നമ്മൾ ഒട്ടും കളയാൻ പാടില്ല. ഇതിലാണ് ചക്കക്കുരുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഇരിക്കുന്നത് കേട്ടോ. ചക്കക്കുരു മാത്രമല്ല കേട്ടോ എനിക്കിഷ്ടം, ചക്ക ഇഷ്ടമാണ്, ചക്ക പുഴുക്ക് ഇഷ്ടമാണ്, ചക്ക എലിശ്ശേരിയും വലിയ കൂടുതൽ കുഴപ്പമില്ല. പിന്നെ ചക്ക പുഴുക്ക് ഇഷ്ടമാണ്, അങ്ങനെ ചക്കപ്പഴം ഇഷ്ടമാണ്. ചക്കപ്പഴം പറഞ്ഞാൽ എനിക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചക്കപ്പഴം തിന്ന് ഞാൻ വയറ് നിറയ്ക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ചക്കക്കുരു കിട്ടി, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാൻ വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പം എന്താ പറയുക, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലായൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് കറി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അപ്പോൾ ഇത്രയുള്ള വീഡിയോ. Okay, thank you.